പയ്യന്നൂർ നഗരസഭയിലെ 42ാം വാർഡിലൊരുങ്ങിയ വയോജന പാർക്കിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് കാറമേലിലെ വയോജനങ്ങൾ. കസ്തൂർബ സാംസ്കാരിക നിലയത്തിനോടും അംഗൻവാടിയോടും ചേർന്നാണ് വയോജന പാർക്ക് ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ വീടുകളിൽ പോലും കൂടിയിരിക്കലുകളും സംസാരങ്ങളും കുറയുന്ന പുതിയ കാലഘട്ടമാണത്. അപ്പോൾ വീട്ടിൽ വയസ്സായവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്, കൂടുതൽ കാര്യങ്ങളുണ്ട്. അവർക്ക് ഒത്തൊരുമിച്ചിരുന്ന് സംസാരിക്കുവാനും കാര്യങ്ങൾ പറയാനുമൊക്കെ ഒരിടം, അതാണ് പയ്യന്നൂർ നഗരസഭയുടെ 42ാം വാർഡിലെ ഒരു വയോജന പാർക്കിലൂടെ സാധ്യമായിരിക്കുന്നത്. നമസ്കാരം. ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ? എല്ലാവർക്കും വളരെ കറക്റ്റാണ് പറഞ്ഞത്. കൂടിയിരിക്കാൻ പറ്റിയ ഒരു സായാഹ്നത്തിൽ കൂടിയിരിക്കാൻ പറ്റിയ ഒരു പാർക്ക് എന്ന നിലയിൽ സ്ഥാപിച്ചത് വാർഡ് കൗൺസിലറിന് മുൻകൈ എടുത്തതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെ, അല്ലെങ്കിൽ നമ്മൾ വായനശാലകളിൽ പോയി ഇരിക്കാറുണ്ട്, അല്ലെങ്കിൽ കൽവീട്ടിലൊക്കെ ഇരിക്കാറുണ്ട് ഒരു യുവാക്കളൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ള കൂട്ടായ്മകളൊന്നും കാണാറില്ല. ഇപ്പം വയസ്സന്മാർക്ക് കണ്ടിരിക്കാം, ചെറുപ്പക്കാർ അവരെ ഫോൺ നോക്കി നടക്കുന്ന കാര്യമല്ലാണ്ട് മറ്റു വയസ്സന്മാർക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം കിട്ടി. അത് ഒരു നല്ല കാര്യമാണ്. ശരിക്കും നമ്മൾ ചിരിക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ കൽവേട്ടിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ഫോണിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ അവർക്ക് വിഷയങ്ങൾ പോലും ഇല്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങളുണ്ടോ ഇനിയും പറഞ്ഞു തീർക്കാൻ? പഴയ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാനുണ്ടാവും. അതിനുള്ളൊരു അവസരമായിട്ടാണ് ഇത് വളരെ നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു സംവിധാനമാണ് ഈ പാർക്ക് ഉണ്ടാക്കിയത്. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് എങ്ങനെയൊന്ന് കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ വാർഡിലും വേണമെന്നുള്ള അഭിപ്രായം എനിക്ക്. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ വാർഡിൽ ഉള്ളത്, ഈ വാർഡിൽ 4 വാർഡിൻ്റെ ഇവിടെ വരാൻ പറ്റും. ഇങ്ങനെ അതിൻ്റെ ഒരു ജംഗ്ഷൻ സ്ഥലത്തായത്. അത് എല്ലാ വാർഡിലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായാൽ നല്ല ഗുണമായി, വലിയ കാര്യം. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ആണുങ്ങൾ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോയി അവർ ജോലിയൊക്കെ അടിക്കാറുണ്ട്. നമ്മളാണ് കൂടുതലും വീട്ടിലും അടുക്കളയിലൊക്കെ ആയി പോകുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്തൊരു സന്തോഷമുള്ളത്. അതന്നെ, നല്ല സന്തോഷം തന്നെ. ഈ കാലത്ത് സ്കൂളിലൊക്കെ പോയ ആ ഒരു അനുഭവമാണോ? കുറെ കൂട്ടുകാരെ കിട്ടുന്നു, കുറെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നു. അതന്നെ, ഇരുന്ന് കുറെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനാ. അതെ, പക്ഷെ നമുക്കൊന്നും ഇരിക്കാൻ സമയം ഉണ്ടാവില്ല, പണി തന്നെയായിരിക്കും. ഇനി അങ്ങനെ പണിയാവാൻ പാടില്ല. അതൊക്കെ മാറ്റി വെച്ച് കുറച്ച് നേരം എല്ലാവരും ഒത്തിരിക്കണം, കാര്യങ്ങൾ സംസാരിക്കണം. ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമുക്കൊരു പരിപാടികളൊക്കെ ഇനി വേണമെങ്കിൽ ഇവിടെ അല്ലേ, ചെറിയ പരിപാടികളൊക്കെ വെച്ചാൽ നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. അപ്പോൾ നല്ല ഒരു ഗുണമായിട്ട് മാറും. 5 മണിക്ക് ശേഷം ഇരുന്നിട്ട് ഉല്ലസിക്കാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്തമാനങ്ങളും നാട്ടുകാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ വീട്ടിൽ നിന്ന് പ്രായമായവരൊക്കെ മാറ്റി നിർത്തുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെയുള്ള സമയത്ത് അവരെ ചേർത്ത് പിടിക്കുന്ന, അതിനുവേണ്ടി അക്ഷീണം ഈ ഒരു പാർക്ക് ഇവിടെ വരാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ച നമ്മുടെ വാർഡ് കൗൺസിലർ VK നിഷാദും നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം, എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു പ്രാരംഭ പരിപാടികളൊക്കെ? ഇത് പയ്യന്നൂർ നഗരസഭയുടെ ഒരു ചെറിയൊരു സാമ്പത്തികം വെച്ചിട്ടുള്ള പ്രൊജക്റ്റാണെങ്കിലും വിശാലമായൊരു അർത്ഥത്തിലാണ്, അതിന് വിശാലമായൊരു ആശയം വെച്ചിട്ടാണ് പയ്യന്നൂർ നഗരസഭ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വെച്ചത്. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രൊജക്റ്റ് 12 ലക്ഷത്തിനാണ് പയ്യന്നൂർ നഗരസഭയുടെ നടപ്പിലാക്കിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു യഥാർത്ഥ വശം പരിശോധിച്ച് നോക്കിയാൽ ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റ് അത് ഈ പറയുന്നത് പോലെ ടെൻഡർ ചെയ്യപ്പെട്ട് അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളിലെല്ലാം ഒരു കോൺട്രാക്റ്റുകാരൻ പൂർത്തിയാക്കുന്നതിനപ്പുറം ഒരു ജനകീയ പങ്കാളിത്തം കൂടി ഈ ഒരു നിർമ്മാണത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിനകത്തെ ഈ പറയുന്ന ആളുകളെല്ലാവരും ഇതിൻ്റെ പങ്കാളിത്തം വഹിച്ച ആളുകൾ. അങ്ങനെ ഒരു ജനകീയ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ഒരു ജനകീയ പങ്കാളിത്തം കൂടി ഇതിൻ്റെ നിർമ്മാണത്തിനുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ കൂടെ ഒരു ജനകീയ പങ്കാളിത്തം കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതൊരു പ്രൊജക്റ്റിനും അതിൻ്റെ ഒരു ശരിയായ അർത്ഥത്തിലുള്ളൊരു ജീവൻ, അങ്ങനെയാണ് അത് പൂർത്തീകരിക്കപ്പെടുന്നത് എന്നാണ് ഒരനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. വലിയൊരു സന്തോഷമാണ് എല്ലാവരുടെയും ഒരു മുഖത്തെ അവരുടെ ചിരി, അവരുടെ സംസാരവും കാണുമ്പം ഏതായാലും വലിയ സന്തോഷം ഇത് പൂർത്തീകരിക്കുമ്പം ഉണ്ട്. പയ്യന്നൂർ നഗരസഭയുടെ ഒരു വിശാലമായ കാഴ്ചപ്പാടാണ് ഇത്. നഗരസഭ എല്ലാ ഭാഗങ്ങളിലും വ്യാപിപ്പിക്കണമെന്നാണ് നഗരസഭ തന്നെ ആലോചിച്ചിട്ടുള്ളത്. അത് ഇവിടെ യാഥാർത്ഥ്യമായതിൽ വലിയ സന്തോഷം. ഏറ്റവും ഭംഗിയായി തന്നെ ഇതിനെ ഒരുക്കിയിട്ടുണ്ട്. ചിത്രം വരയ്ക്കുകയാണെങ്കിലും പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചതാണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ ചിത്രമൊക്കെ ഇത്ര മനോഹരമായി വെച്ചതൊക്കെയാണ് ഇതിൻ്റെ ഈ യഥാർത്ഥത്തിൽ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുന്നതല്ല ഈ ഇതിലെ കുറേ കാര്യങ്ങൾ. കാരണം എസ്റ്റിമേറ്റ് തുകക്ക് അപ്പുറത്തേക്കുള്ള പ്രവർത്തനം യഥാർത്ഥത്തിൽ ഇതിൻ്റെ കരാറുകാരനായിട്ടുള്ള കൃഷ്ണാട്ടൻ നമ്മളോട് സഹകരിച്ച് നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ നാട്ടിനകത്തെ ഇവിടുത്തെ അനീഷ് എന്ന് പറയുന്നൊരു യഥാർത്ഥത്തിൽ പെയിൻറ്റിങ് തൊഴിലാളിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സംഭാവന ഇതിനകത്തുണ്ട്. രാവും പകലും ഇരുന്നുകൊണ്ട് ഈ അംഗനവാടിയുടെ ഈ പെയിൻറ്റിങ്ങൊക്കെ ദിവസങ്ങളോളം. അതോടൊപ്പം അവരുടെ സഹായികളായി ഈ നാട്ടിൽ തന്നെയുള്ള ഒരുപാട് ചെറുപ്പക്കാരാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രമോദേട്ടൻ, അതുപോലെ തന്നെ ടോട്ടോ സന്തോഷേട്ടനെല്ലാം കിട്ടുന്ന സമയത്ത് വന്ന്
അവരൊക്കെ ഇതിൻ്റെ ഭാഗം. അങ്ങനെ ഒരു വലിയ കൂട്ടായ്മയിലാണ് യഥാർത്ഥത്തിൽ ഇത് ആകെ പൂർത്തിയാകുന്ന നിലയുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് അനുഭവം. അതെ, ഒരു വലിയ കൂട്ടായ്മയുടെ വിജയം തന്നെയാണ് ഈ വയോജന പാർക്ക്. ഇവിടെ വന്നെത്തുന്ന ഓരോരുത്തരുടെയും മുഖത്തെ ചിരി അത് വിളിച്ചറിയിക്കുന്നുമുണ്ട്. ഇതെല്ലാം കാണാനായി നമുക്ക്. ഇപ്പോൾ ഉള്ളവർ നല്ല അഭിപ്രായത്തിൽ തന്നെ അല്ല ആക്കുന്നത്. നമ്മയെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് പണ്ട് കഴിഞ്ഞിന്. ഇപ്പോൾ ഉള്ളവർ നല്ല അഭിപ്രായത്തിൽ തന്നെ ഇതെല്ലാം ആക്കി. ഇനി നമുക്ക് വന്നിട്ട് കഴിയുന്നത്ര ഇവിടെ വന്നിട്ട് നമ്മ ഇരിക്കും. എല്ലാ ദിവസവും വരും? എല്ലാ ദിവസവും വരും. കയ്യില്ല നടക്കാൻ, ആരെങ്കിലും കൂട്ടിയിട്ട് വരണം. ഇവിടെ വന്ന് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സന്തോഷം. എൻ്റെ മക്കളെല്ലാം കൂട്ടിയിട്ട് കൊണ്ടുവരും. എൻ്റെ കാറിലെല്ലാം കയറ്റിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടും. എന്നാലും വരും, എപ്പം വരും. ശരി, എന്നാൽ ഞാൻ എപ്പം വരും. ഏറ്റവും ഭംഗിയുള്ളൊരു വയോജന പാർക്ക് തന്നെയാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. അതിലും ഭംഗിയായി ചിരിക്കുന്ന അച്ഛന്മാരും അമ്മമാരുമാണ് ഇവിടെ എല്ലാ ദിവസവും എത്തിച്ചേരുന്നതും. ഇവർക്കൊപ്പം പയ്യന്നൂർ നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ.